ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് കാലമായില്ലേ ഫുഡി ടോക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഞാൻ ഫുഡി ടോക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഫുഡി ടോക്കിൽ ഏത് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് റൂഗുല ലീവ്സ് എന്ന് പറയുന്ന ഒരു ഇലയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കണ്ണ് ചെറുതാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു സൺസ്ക്രീൻ പരീക്ഷിച്ചതാണ്. കണ്ണിന് ഭയങ്കര ഇറിറ്റേഷനായി. പിന്നെ പോരാത്തിന് നല്ല ജലദോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുകയാണ്. വെളിച്ചം ഭയങ്കരമായിട്ട് അടിയുന്നുണ്ട് സൂര്യൻ്റെ. അപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ. കണ്ണിങ്ങനെ അടഞ്ഞ് പോവാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ണിങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ പേടിക്കണ്ട, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വെളിച്ചം സഹിക്കാൻ വയ്യാതെ ഞാൻ കണ്ണടയ്ക്കുന്നതാണ്. പിന്നെന്താ ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്നത്തെ ഫുഡി ടോക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തൊരു ബെൽ ഐക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഇനി പുതിയ വീഡിയോ ലോഡിങ് സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ ഫുഡി ടോക്കിലേക്ക് പോകാം. വാലന്റൈൻസ് ഡേ ഡിന്നർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയണ്ടാവും എന്താണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂഗുല ലീവ്സിനെ പറ്റിയിട്ട്. അത് വെച്ചിട്ടൊരു സാലഡ് ആയിരുന്നു നമ്മുടെ ഒരു കോഴ്സ് മീല്, അതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡി ടോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ റൂഗുല ലീവ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഇലയാണ് ഈ ഒരു റൂഗുല ലീവ്സ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ റൂഗുല ലീവ്സിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ARUGULA എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അറുഗുല എന്നാണ് അതിൻ്റെ സ്പെല്ല് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് റൂഗുല എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. A സൈലൻ്റ് ആണ്. നമ്മൾ ഇതിനെ ഞാൻ മലയാളം സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ജർജീർ ഇലകൾ എന്നാണ് ഞാൻ കണ്ടത്. അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വിശ്വാസം കറക്റ്റ് ആണെങ്കിൽ ജർജീർ ഇലകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഹെറൂക്ക വെസിക്കാരിയ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഞാൻ എന്തായാലും എഴുതി കാണിക്കാം. ഇനി ഈ ഇലയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഈ ഇല മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സാലഡ്സിൽ, സൂപ്സിൽ, സാൻഡ്വിച്ചസിൽ, പിസയിൽ ഒക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോർത്ത് അമേരിക്കൻ, നോർത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഇത് ഒരു എന്താ പറയുക, നമ്മുടെ ക്യാബേജ്, ബ്രോക്കോലി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ഇലക്കറികളിൽ പെട്ട ഒരു ഇലയാണ് ഈ റൂഗുല ലീവ്സ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇലയാണ്. ഞാൻ കൊച്ചിയിൽ വന്ന ശേഷമാണ് ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നത്, ട്രൈ ചെയ്ത് നോക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ പല ചാനലുകളും, അതായത് ഇൻ്റർനാഷണൽ ചാനലുകളിലും ഞാൻ ഈ റൂഗുല ലീവ്സിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അപ്പോഴൊന്നും ഞാൻ ഇരുന്ന സ്ഥലത്തൊന്നും അത് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ കൊച്ചിയിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കൊച്ചിയിലുള്ളവരാണ് ഈ ഇല എവിടെ കിട്ടും എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിയ കട മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ആദ്യം വെരി ഫസ്റ്റ് ടൈം ഞാൻ ഇതിനെ സാലഡ് ആക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പം ആദ്യം ഞാൻ വായിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായതേ ഇല്ല. പിന്നെ ഭയങ്കര ന്യൂട്രീഷ്യസ് ഇലയാണ് എന്നൊക്കെ കണ്ടപ്പോൾ ശരി 2 പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2, 3, 4 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ ഒരു 2, 3, 4 ആകുമ്പോഴേക്കും എൻ്റെ ടേസ്റ്റ് വായിലേക്ക്, കാരണം പുതിയൊരു ടേസ്റ്റായിരുന്നു. ഞാൻ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടേസ്റ്റും അല്ലായിരുന്നു. ഞാൻ ആ ഒരു ഇല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് പുതിയൊരു ടേസ്റ്റാണ് വായിലേക്ക് വന്നത്. ഒരു 3-4 വായിക്കപ്പോഴേക്കും നല്ല ടേസ്റ്റ് തോന്നി, നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെയും ഹരിയുടെയും ഇപ്പോൾ ഫേവറേറ്റ് ആണ്. സാലഡ്സിൽ തന്നെ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിൻലി ഞങ്ങൾ റൂഗുല സാലഡ്സാണ് ഉണ്ടാക്കുന്നത്. റൂഗുല ഇലകൾ വെച്ചിട്ടുള്ള സാലഡാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഇലയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻലി നമ്മൾ പച്ചക്കാണ് കഴിക്കുന്നത്. ഇല വാങ്ങുന്നു, നന്നായി കഴുകുന്നു, കട്ട് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. ഇതാണ് സംഭവം. നോ കുക്കിംഗ്, ഒരു പരിപാടിയില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം. അതുകൊണ്ടാണ് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കെയിൽ, ബ്രോക്കോലി, കോളിഫ്ലവർ, ആ ഒരു ക്യാബേജ് ആ ഒരു ഭാഗത്തിൽ പെട്ടതാണ് ഈ ഒരു ഇല. ഇതിൻ്റെ ടേസ്റ്റ്, നമ്മുടെ ടേസ്റ്റിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക്
കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു എരിവില്ലേ, ആ ഒരു എരിവും മണവും ഒക്കെ നമുക്ക് വായിൽ വരും. അത് മാത്രമല്ല നല്ല കശപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല കശപ്പ് പറഞ്ഞാൽ നമ്മുടെ കയ്പ്പയ്ക്കയുടെ കശപ്പല്ല, പക്ഷേ ആ ഒരു ബിറ്റർനെസ് ഉണ്ട് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ. പിന്നെ നമുക്കത് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്കിഷ്ടമായില്ല. പിന്നെ എൻ്റെ ടേസ്റ്റ് പരിചയപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോൾ ഫേവറേറ്റ് ആണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എവിടെയാണ് ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ടാവും അല്ലേ, നല്ല വെളിച്ചമുണ്ട്, കണ്ണ് തുറക്കാൻ വയ്യ, എന്താ ചെയ്യുക. ഇങ്ങനെ സൺസ്ക്രീൻ ഇങ്ങനെ പണി തരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. ഇത്ര എൻ്റെ കണ്ണ് ഇങ്ങനെ സെൻസിറ്റീവ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി 2-3 ദിവസം എന്തായാലും കണ്ണ് വെറുതെ വെക്കണം, എന്നാലേ കണ്ണ് ഫ്രീ ആവുള്ളൂ എന്നൊക്കെ. നിങ്ങൾക്ക് എന്തായാലും നാളെ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിത് ഫ്രൈഡേ ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ ശനിയാഴ്ച കാണുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇതിൽ കാർബ്സ് കുറവാണ്, ഫാറ്റ് കുറവാണ്, ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, അയേൺ അടങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ അല്ലാതെ വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോളേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഒരു പരിധിവരെ ഇൻഫ്ലമേഷൻസ് തടയാൻ, ഒരു പരിധിവരെ ക്യാൻസർ തടയാൻ, ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, എല്ലാ ക്യാൻസറും അല്ല, ചില ടൈപ്പ് ഓഫ് ക്യാൻസർ തടയാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഇല. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ്. നമ്മൾ ഒന്നാമത് റോ ആയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ എനിക്കൊരു ഐഡിയ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുന്നപ്പോൾ ഒരു ഐഡിയ വന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മെയിൻലി നമ്മൾ സാലഡ്സിൽ, സൂപ്സിൽ, സാൻഡ്വിച്ചസിൽ, പിസ്സയിലൊക്കെയാണ് മെയിൻലി ആൾക്കാർ കഴിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഐഡിയ, നമുക്ക് വേണമെങ്കിൽ ദോശമാവിൽ കട്ട് ചെയ്ത് കഴിക്കാം, ഇഡ്ഡലി മാവിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി ആവി കയറ്റിയെടുക്കാം. ഈവൻ വേണമെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം, നമ്മുടെ മാവിൽ തന്നെ അരച്ച് ചേർക്കാൻ പറ്റുമോ എന്നൊന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടാം, ചീറ്റിപ്പോയാൽ നമുക്ക് നോ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നത്. ഇതിനെ പറയത്തക്ക നെഗറ്റീവ്സ് ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പറയണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉള്ളവർക്കോ വളരെ റെയർലി എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ കെ കാരണം ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടോ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വളരെ എന്ത് അധികം കഴിച്ചാലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന മാതിരി ആ ഒരു ഇഷ്യൂവേ ഉള്ളൂ. അല്ലാതെ ഈ ഇല ഭയങ്കര ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഇലയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ ചാനൽസിൽ അല്ലെങ്കിൽ അവരുടെ മീൽസിലൊക്കെ മിക്കതിലും സാലഡിൽ ഒന്നല്ലെങ്കിൽ കേൽ കാണും, ഇല്ലെങ്കിൽ ഈ അറൂഗുല ലീഫ് കാണും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ലീഫിനെ പറ്റി കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ അടുത്ത് കിട്ടും. അല്ലെങ്കിൽ അറൂഗുല ലീവ്സ് അല്ല, ഈ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ജർജീർ ഇലകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുക്ക് ചെയ്ത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഉറപ്പായിട്ടും കഴിച്ച് നോക്കിക്കോളൂ. അറൂഗുല ലീവ്സ് തന്നെയാണ് ജർജീർ ഇലകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫുഡി ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ചെറുതായി വരണം, അല്ലെങ്കിലേ ചെറിയ കണ്ണാണ്. അപ്പോൾ കൂടുതൽ ചെറുതായിട്ട് എനിക്ക് തന്നെ ഒന്നും കാണുന്നില്ല. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.